നമസ്കാരം. പതിരും കതിരും. ഒരു യാചകൻ കവലയിൽ നിന്നും ഭിക്ഷ യാചിക്കുന്നതിനിടയിൽ വിളിച്ചു പറഞ്ഞു, 2 കണ്ണും കാണാത്ത കുരുടനാണേ വല്ലതും തരണേ. അപ്പോഴതുവഴി വന്ന ഒരു ഭാഷാ പണ്ഡിതൻ അത് കേട്ട് കാറിൽ നിന്നിറങ്ങി അയാളുടെ അടുത്ത് വന്നു. താനാ പറഞ്ഞത് ഒന്നുകൂടി പറയൂ. വലിയ പ്രതീക്ഷയോടെ യാചകൻ വീണ്ടും പറഞ്ഞു, 2 കണ്ണും കാണാത്ത കുരുടനാണേ വല്ലതും തരണേ സാറേ. അപ്പോൾ പണ്ഡിതൻ പറഞ്ഞു, താൻ പറയുന്നതിൽ വ്യാകരണ പിശകുണ്ട്. കണ്ണു കാണാത്ത കുരുടനെന്ന് പറയേണ്ടതില്ല, കുരുടനാണെന്ന് മാത്രം പറഞ്ഞാൽ മതി. ഭാഷാപരമായ ധർമ്മം നിറവേറ്റിയതിൻ്റെ സംതൃപ്തിയോടെ പണ്ഡിതൻ കാറിൽ കയറിപ്പോയി. 10 പൈസ പോലും ധർമ്മം കൊടുത്തതുമില്ല. ഈ ഭാഷാ പണ്ഡിതനെ പോലെയാണ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. വൈയാകരണനും വലിയ പഴഞ്ചൊല്ല് വിദഗ്ധനുമായതിനാൽ ശൈലീ പ്രയോഗങ്ങൾ മനസ്സിലാക്കാത്തവർക്കായി നന്നായി വിശദീകരിച്ചു കൊടുക്കും. ആ വിശദീകരണത്തിൻ്റെ ഒരു സംതൃപ്തിയാണ് പുള്ളിയുടെ തൃപ്തി. ദേഹനിന്ദ സംബന്ധിച്ച് ഇന്നലെ ദില്ലിയിൽ ചെന്ന് പിണറായി വിജയൻ ഒരു വാർത്താ സമ്മേളനം നടത്തി. 8.25 അട്ടിവെച്ചത് എന്ന് ഞാൻ പറഞ്ഞ ശരീരം നജീബിൻ്റേതല്ല. നജീബിന് ഉയരമില്ലെങ്കിലും ആരോഗ്യമുണ്ടല്ലോ. ആഹാ, എത്ര സുന്ദരമായ വിശദീകരണം. നജീബിന് ഉയരമില്ല, പക്ഷേ ആരോഗ്യമുണ്ട്. ചൊല്ലുകളൊന്നും പറയാതെ തന്നെ നജീബിൻ്റെ ഉയരക്കുറവിനെ അദ്ദേഹം അരക്കിട്ടുറപ്പിച്ചു. വല്ല തെറ്റും ഇതിൽ ആർക്കെങ്കിലും പറയാനുണ്ടോ? അതോടെ നജീബിൻ്റെ ആരോഗ്യകാര്യത്തിൽ തീരുമാനമായി. ഒരു പിടി ഉപ്പും കുരുമുളകും ദേഹത്തൊഴിഞ്ഞ് അടുപ്പിലേക്ക് ഇടണേ നജീബേ. കരിനാക്കനും കരിങ്കണ്ണനുമാണ് നമ്മുടെ മുഖ്യമന്ത്രി. 10 മിനിറ്റ് വാർത്താ സമ്മേളനം നടത്തുമ്പോൾ 5 ഗ്ലാസ് വെള്ളം കുടിക്കുന്ന പുള്ളിയാണ് മറ്റുള്ളവരുടെ ആരോഗ്യത്തെപ്പറ്റി പരിഹസിക്കുന്നത്. ആരോഗ്യം തീരെയില്ലാത്ത ഒരു അംഗത്തെപ്പറ്റിയാണത്രേ ഞാൻ പറഞ്ഞത്. അയാൾ ഊതിയാൽ വീണു പോകുന്നയാളാണ്. ഇത്ര അനാരോഗ്യമുള്ള ഏത് MLA ആണ് സഭയിലുള്ളത്? ഊതിയാൽ താഴെ വീഴുന്നയാൾ. മുഖ്യമന്ത്രി അടുത്ത തവണ അമേരിക്കയിൽ ചികിത്സയ്ക്ക് പോകുമ്പോൾ അശുവായ ആ അംഗത്തെയും കൂടെ കൊണ്ടുപോകണം. ആരോഗ്യമില്ലാത്ത ആ മനുഷ്യനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. പിണറായി എന്ന് പറയുന്നത് പേശി ദൃഢതയുള്ള ആൾരൂപമാണല്ലോ. കൊടുങ്കാറ്റടിച്ചാൽ പോലും പതറില്ല, പേമാരി പെയ്താൽ തിരുകേശം പോലും നനയില്ല. കഴിഞ്ഞ ദിവസം ഒരു വിദ്യാർത്ഥിനി പറഞ്ഞതുപോലെ ബുർജ് ഖലീഫയുടെ ഉറപ്പും ഉയരവുമാണല്ലോ പിണറായിക്ക്. എതിരാളിക്കൊരു പോരാളിയും ശക്തരിൽ ശക്തനുമാണ്. കാരിരുമ്പിനാൽ തീർത്ത ഒരു അസ്ഥികൂടം പോലൊരാൾ എന്ന് ONV കെ ബാലകൃഷ്ണനെ പറ്റി എഴുതിയത് ഓർക്കുന്നു. പിണറായി വിജയൻ്റെ ഉള്ളിലെ അസ്ഥികൂടം പോലും വാർക്കക്കമ്പിയുടെ കരുത്തുള്ളതാണ്. ഇത്രയൊക്കെ ആരോഗ്യമുള്ളയാൾക്ക് എന്തിനാണ് ബസ്സിൽ കയറാൻ ലിഫ്റ്റ് വെച്ചത് എന്ന് ചോദിക്കരുത്. നടക്കുന്നിടത്ത് പരവതാനി വിരിച്ചില്ലെങ്കിൽ കല്ലും മുള്ളും കാലിക്കുത്ത എന്ന് പമ്പയിൽ ചെന്ന് ശരണം വിളിച്ച പോലെയാകും. കല്ലും മുള്ളും കാലിൽ പറ്റും. നിയമസഭയിൽ ഞാൻ ഇരിക്കുമ്പോൾ കാണുന്നത് വനിതാ വാച്ചാൻ വാർഡിനെ തള്ളുന്ന കാഴ്ചയാണത്രേ. അവരെ പിടിച്ചു വലിക്കുന്നതും കണ്ടു. ആരോഗ്യം തീരെയില്ലാത്ത ഒരാളാണ് അത് ചെയ്തത്. ആരോഗ്യമില്ലാത്തവൻ്റെ വലിയുടെ ശക്തി പിണറായി വിജയൻ പറയാതെ തന്നെ നമുക്ക് മനസ്സിലാക്കാമല്ലോ. വാച്ചാൻ വാർഡ് സഭയിലെ നിശബ്ദ ജീവികളാണത്രേ. അവരെ ഉപദ്രവിക്കാമോ? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, പണ്ട് നിങ്ങൾ നിയമസഭയിൽ തെമ്മാടിത്തരങ്ങൾ കാണിച്ച കാലത്ത് ഈ നിശബ്ദ ജീവികൾക്കെന്താ കൊമ്പും കോമ്പല്ലും ഉണ്ടായിരുന്നോ? അവർ അലറുമായിരുന്നോ? അവരുടെ തലയിൽ കാൽ വെച്ചാണല്ലോ ശിവൻകുട്ടി ശിവതാണ്ഡവം ആടിത്തിമിർത്തത്. അപ്പോൾ അങ്ങയുടെ കൺമുമ്പിൽ നടക്കുന്ന അക്രമങ്ങളും പിടിവലിയുമൊക്കെ പിണറായിക്ക് നല്ലതുപോലെ കാണാം അല്ലേ? എത്ര സൂക്ഷ്മതയോടെയാണ് അദ്ദേഹം അതൊക്കെ വിശദീകരിക്കുന്നത്. പണ്ട് ക്യാബിനറ്റ് കക്കൂസിൽ പോകുമ്പോൾ കൺമുമ്പിൽ യൂത്ത് കോൺഗ്രസ്സുകാരുടെ തല തല്ലിപ്പറിക്കുന്ന DYFIക്കാരെ ചാനലുകളെല്ലാം കാണിച്ചിട്ടും അങ്ങ് മാത്രം കണ്ടില്ല. അന്ന് ഈ മനുഷ്യന് കാഴ്ചയൊന്നും കാണാൻ പറ്റുമായിരുന്നില്ല. മുമ്പോട്ടുള്ള കാഴ്ചയാണെങ്കിൽ തീരെ കുറവായിരുന്നു. കണ്ണ് കാണണമെന്ന് ആഗ്രഹിച്ചാൽ പരുന്തിൻ്റെ കാഴ്ചയാണ് അദ്ദേഹത്തിന്. ഒന്നും എനിക്ക് കാണണ്ടായെന്ന് തീരുമാനിച്ചാൽ പകൽമൂങ്ങകളുടെ കാഴ്ചയാണ്. പിണറായി വിജയൻ ആരെ ആക്ഷേപിച്ചാലും നിന്ദിച്ചാലും അദ്ദേഹത്തെ ഉപദേശിച്ച് നന്നാക്കാനും ചോദ്യം ചെയ്ത് ഖേദം പ്രകടിപ്പിക്കാമെന്നും ആരും കരുതേണ്ടതില്ല. ഉയരക്കുറവിനെ മാത്രമല്ല, ഒരു മനുഷ്യൻ്റെ ആരോഗ്യമില്ലായ്മയെ വരെ അദ്ദേഹം പരിഹസിക്കുന്നു. ചിത്തറഞ്ജൻ കൈയില്ലാത്തവരെ പരിഹസിക്കുന്നു. വാസവൻ പണ്ട് ഇന്ദ്രൻസിനെ പരിഹസിച്ചു. തെറിമണിയാശാൻ വിധവകളെ പരിഹസിക്കുന്നു. പ്രതിഭയാണെങ്കിൽ നടികളുടെ തുണിക്കുറവിനെ പരിഹസിക്കുന്നു. ആരോഗ്യമില്ലാത്തവർ അടങ്ങി ഒതുങ്ങി വീട്ടിലിരിക്കണമെന്നാണോ പിണറായി പറയുന്നത്? അങ്ങനെയെങ്കിൽ മുട്ടുകാല് കോച്ചുന്ന കാലത്ത് നിങ്ങൾ 2-3 പേർ എന്തിനാണ് ഈ ക്യാബിനറ്റിൽ കയറിയിരുന്ന് നാട്ടുകാർക്ക് ശല്യമുണ്ടാക്കുന്നത്? ഒന്ന് പോയി കിടന്നുകൂടെ സാർ?